ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ റെഗുലർ വീഡിയോസ് ഇടാനുള്ള ഒരു റെഡി ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ നല്ല മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ കുറച്ചുകൂടിയൊക്കെ സെറ്റാണ്. അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ച് 29, അതായത് 30th ഓൺവേർഡ്സ് എന്ന് പറയാം. മാർച്ച് 30 മുതലാണ് തുടങ്ങിയത്, 30, 31. പിന്നെ ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 17-ാം തീയതിയാണ്. ഓക്കെ, 17, 17th. അപ്പോൾ ഏകദേശം ഒരു 17, 18, 19 ദിവസമായി എന്ന് പറയാം ഓൾമോസ്റ്റ്. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് 3 weeks കംപ്ലീറ്റ് ചെയ്യും. ഡോക്ടർ പറഞ്ഞ കാലാവധി എന്ന് പറഞ്ഞാൽ 3 ആഴ്ച ആണ് ടോട്ടൽ റെസ്റ്റ്. പിന്നെ ഒരു പക്ഷേ എനിക്ക് മാറ്റമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ 3 weeks കഴിഞ്ഞിട്ട് സർജറി ഓപ്ഷനാണ് പറഞ്ഞിരുന്നത്. എന്തായാലും 3 ആഴ്ച കൊണ്ട് വേദനയും മാറ്റങ്ങളും ഒക്കെ വരുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. പിന്നെ UK നിന്ന് ഡോക്ടർ കല്യാൺ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് 3 to 6 weeks വരെ ചിലപ്പോൾ എടുക്കാം. അതുകൊണ്ട് ലക്ഷ്മി അങ്ങനെ വിചാരിക്കേണ്ട, 3 ആഴ്ചയിൽ മാറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. പിന്നെ ഒരു 3 ആഴ്ച കൊടുക്കുകയാണെങ്കിൽ 6 weeks വരെ കൊടുക്കുക. അപ്പോഴൊന്നും സർജറിയുടെ ഓപ്ഷനിലേക്കൊന്നും പോകണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും എനിക്ക് വലിയ മാറ്റമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അത്ര ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ. നിങ്ങളുടെ എല്ലാം സ്നേഹം തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം. ആ ചേച്ചി എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, വളരെ സ്ട്രോങ് ആയിട്ട് വരണം, ശക്തമായി വരണം, പവർഫുള്ളായി വരണം എന്നൊക്കെ പറയുന്ന ഒരുപാട് മെസ്സേജസ് ഉണ്ട്. പഴയതുപോലെ തന്നെ ഓടി നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഓടിയൊക്കെ നടക്കാം. അത് നമ്മളൊരു 3 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് പോകാം അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയ ഡയറ്റ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. വണ്ണം കുറയ്ക്കണം എന്നുള്ളത് കുറച്ച് വെയിറ്റ് ലോസ് ആവശ്യമാണെന്ന് പറഞ്ഞു ഈ ഒരു പീരീഡിൽ. പക്ഷേ ഈ ഒരു ഹെൽത്തി വെയിറ്റ് ലോസാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അല്ലാതെ വെറുതെ ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ വളരെ അരോചകമായി മാറും. കാര്യം പെട്ടെന്ന് ഒരു അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരാൾ വെയിറ്റ് അങ്ങ് ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. അതൊരു ഭയങ്കര എന്താ പറയുക, അസുഖം കഴിഞ്ഞ് എഴുന്നേറ്റ ഒരു ലുക്കാകും. പലരും പറയാറില്ലേ, നമ്മളൊരു അസുഖം കഴിഞ്ഞ് ഈ സുഖമില്ലാതെ കിടക്കായിരുന്നു എന്ന് ചോദിക്കുന്ന ആ ഒരു ലുക്ക് വരാത്ത രീതിയിൽ ഒരു ഗ്രേസ്ഫുള്ളായിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയില്ലേ. അതായത് ഒരു ഹെൽത്തി വേ ഓഫ് വെയിറ്റ് ലോസാണ് ഞാൻ മനസ്സിൽ കണ്ടത്. അതിനനുസരിച്ചിട്ടുള്ളൊരു പ്ലാനാണ് ഞാൻ എൻ്റെ ഫുഡ് ഹാബിറ്റ്സിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ വെയിറ്റ് ലോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞു. അതായത് എൻ്റെ ഇപ്പോഴത്തെ ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര എപ്പോഴും ഇഫക്റ്റീവായിട്ട് തോന്നുന്നൊരു റെമഡിയാണ്. 8 hours ഓഫ് ഈറ്റിംഗ് ആൻഡ് 16 hours ഓഫ് ഫാസ്റ്റിംഗ്. സാധാരണ നമ്മൾ പറയും ഇൻ്റർമിറ്റൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. കാര്യം എല്ലാം നമ്മുടെ ബോഡി തന്നെ നമ്മുടെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആ ഒരു 16 മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് പോകും. നമുക്ക് എക്സസ് ആയിട്ട് വരില്ല. 8 hours ഓഫ് ഈറ്റിങ്ങും 16 hours ഓഫ് ഫാസ്റ്റിങ്ങും വരുമ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു 24 hours ആകുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. എങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ ഡയറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഒരു ഹെൽത്തി ഡയറ്റായിട്ട് തോന്നി. അതുകൊണ്ട് ആ ഡയറ്റ് തന്നെ ഞാൻ ഇൻ്റർമിറ്റൻറ്റിലും കണ്ടിന്യൂ ചെയ്തു. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 2 ആഴ്ച കൊണ്ട് എന്ന് തന്നെ പറയാം. കാര്യം ഇപ്പോൾ 19 ദിവസം, ആദ്യത്തെ 4 ദിവസം ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 2 weeks ഓഫ് പ്ലാനിങ്ങിൽ ഒരാഴ്ചത്തെ ഇൻ്റർമിറ്റൻറ്റും ബാക്കി ഒരാഴ്ചത്തെ ഈ സെയിം ഡയറ്റും ഫോളോ ചെയ്തിട്ട് എൻ്റെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ, ഞാനിത് തുടങ്ങുമ്പോൾ എനിക്ക് വയ്യാണ്ടാകുന്ന സമയത്ത് എനിക്ക് 87.5 ഉണ്ടായിരുന്നു എൻ്റെ ബോഡി വെയിറ്റ്. 10-14 ദിവസം കൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 3.5 എന്ന് പറയാം. ഏകദേശം 87.5 ആയിരുന്നു, ഞാനിപ്പോൾ 84 പോയിൻറ്റ് സംതിങ്ങിൽ നിൽക്കുകയാണ്. ഓക്കെ, അതായത് 3.25 3.5 കുറഞ്ഞിട്ടുണ്ട്. 3.25 എന്ന് പറയാം അല്ലേ. ഓക്കെ, 84 പോയിൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 84.3 അങ്ങനെ എന്തോ ഒരു അളവിലാണ് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ. ഇനി എനിക്ക് ഇത് 81 കൊണ്ടുവരണം എന്നുണ്ട്. 81, 82, അപ്പോൾ 84. ഇനി ഒരു 3 കിലോയും കൂടി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും. 3 point something. ഓക്കെ, അതിനിയുള്ള ഒരു 1.5 ആഴ്ച കൊണ്ട് തീരും എന്ന് തന്നെ വിശ്വസിക്കുന്നു. മാക്സിമം പോയാൽ ഒരു 2 ആഴ്ച അതിനകത്ത് ഞാൻ ചെയ്യും. അതായത് ഒരു മാസം കൊണ്ട് ഏകദേശം നമുക്ക് വേണമെങ്കിൽ ഒരു 6 to 7 kg കുറയ്ക്കാൻ പറ്റും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ. ഒരു മാസം കൊണ്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഇപ്പോഴത്തെ എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നത് മെയിനായിട്ട് ഫൈബർ ധാരാളം കിട്ടുന്ന വെജിറ്റബിൾസ്, സലാഡ്സ്. ഓക്കെ, രണ്ടാമത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്. ഓക്കെ, പിന്നെ അത്യാവശ്യം വേണ്ട ഫാറ്റ്, ഹെൽത്തി ഫാറ്റ്. അത് കഴിഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർബ് ഫില്ല് ചെയ്യുന്ന ഫുഡ് വളരെ കുറവാണ്. ഒരു 20%, ചിലപ്പോൾ 25% പോലും കഴിക്കാത്ത ദിവസങ്ങളുണ്ട്. പക്ഷേ കുറച്ചൊക്കെ കാർബും വേണം. കാരണം നമുക്ക് കുറച്ച് എനർജി വരണമെങ്കിൽ കാർബും കൂടി പോകണം. അപ്പോൾ ഒന്നിനെയും വേണ്ടാന്ന് വെക്കുന്നില്ല. പക്ഷേ കഴിക്കുന്നതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും അത്യാവശ്യം നല്ല വേണ്ട ഒരു കാർബുമാണ് കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻ്റർമിറ്റൻ്റ് ആകുന്ന സമയത്ത്, ഇപ്പോൾ ഇൻ്റർമിറ്റൻ്റ് എല്ലാ ദിവസവും ഞാൻ 12:30-ക്കാണ് എൻ്റെ, ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് ഞാൻ എൻ്റെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ സമയത്ത് ഞാൻ ആദ്യം പണ്ട് തന്നെ ചെയ്യുന്ന പോലെ വയറ് ഉറയ്ക്കാനായിട്ട് പണ്ട് കഴിക്കുന്നൊരു സാധനമാണ് ജീരക വെള്ളത്തിൽ
നാരങ്ങ നീരൊഴിച്ച് കഴിക്കുന്നത്. അത് ഇടയ്ക്ക് വെച്ച് അതൊന്നും കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്, ചെയ്തു തുടങ്ങിയിരുന്നു. അപ്പോൾ അതുപോലെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ ഞാനത്. പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിൽ ആളുണ്ട്, സഹായിക്കാനൊക്കെ ആളുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ അവിടെ പോയി ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആസ് സച്ച്. ഓക്കെ, ഇത് നമ്മുടെ ജീരക വെള്ളം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് തന്നെ എല്ലാം ചെയ്തുകൊണ്ട് തരും. അപ്പോൾ ഈ ജീരക വെള്ളത്തിൽ 1 കപ്പ് ജീരകം വളരെ നല്ലതാണ്. ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആസ് യൂഷ്വൽ ഒരു നാരങ്ങ മുറിയെടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വെറും വയറ്റിൽ കുടിക്കുന്നു. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഫുഡ്. അതാണ് എൻ്റെ ആദ്യത്തെ ഫുഡ്. ഇത് പല ആൾക്കാർക്കും വളരെ എഫക്റ്റീവായിട്ട് വയറ് കുറഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണോ ഒരു 1 മില്യനൊക്കെ കിട്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു ഈ ഒരു നാരങ്ങ നീര് പ്ലസ് നമ്മുടെ ജീരകവെള്ളം. ഇതെൻ്റെ ആദ്യത്തെ. അപ്പോൾ ഞാൻ എൻ്റെ സമയം കഴിയുന്നില്ല, അതിനു മുമ്പ് ഞാൻ എൻ്റെ എന്താ പറയുക ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യട്ടെ. ഞാൻ ഒറ്റ ഇടയ്ക്ക് സ്പീഡിലൂടി, ഞാൻ ടേസ്റ്റ് നോക്കിയല്ല കേട്ടോ കഴിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനതൊരു മരുന്ന് പോലെ കഴിക്കും, അങ്ങനത്തെ ആളാണ്. പിന്നെ ഇനി അത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ചാൽ കുറേ വെജീസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ രാവിലെയും വൈകുന്നേരവും 2 നേരം. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ 2 ടൈംസാണ്. ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു 12:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു നാരങ്ങ നീരൊഴിച്ച ജീരകവെള്ളം കുടിച്ചു. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. അതായത് വെജിറ്റബിൾ സലാഡാണ്. അതിന് ഞാനിപ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്നത് ക്യാരറ്റ്സ്, ബീട്രൂട്ട്, സലാഡ് കുക്കുംബർ, ഒരു ആപ്പിൾ എടുക്കും. ഹെൽത്തി ഫാറ്റ് എന്നുള്ള നിലയ്ക്ക് യോഗേർട്ട്, തൈരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരൊഴിച്ച തൈരും ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രീക്ക് യോഗേർട്ട് ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റാണ് നമ്മുടെ യോഗേർട്ട്. നമുക്ക് വയറിന് ഭയങ്കര കൂളിങ്ങാണ്, ഭയങ്കര ഗുണങ്ങളാണ് നമ്മുടെ യോഗേർട്ടിന്. അറിയാലോ, നമ്മുടെ ഗട്ട് ഹെൽത്ത് കൂട്ടും. നമുക്ക് ആവശ്യമുള്ള നല്ല രീതിയിൽ നമുക്ക് ദഹനം എല്ലാ കാര്യത്തിലും, സ്കിന്നിന് നല്ലതാണ്. എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ ഒരു ബൗൾ നിറച്ച്, അതായത് ഏകദേശം ഒരു കുറേ ഉണ്ടാവും കേട്ടോ, ഞാൻ നിറച്ചെടുത്ത് വെക്കും. ഇത് നിറച്ച് തൈര്, ഈ തൈരും പിന്നെ ഇന്ദുപ്പാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇന്ദുപ്പ് അറിയാം, പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്, പിങ്ക് സോൾട്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. അതും പിന്നെ ബീട്രൂട്ടൊക്കെ എന്ന് വെച്ചാൽ ചെറുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുക്കും, വലുതാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 എടുക്കും, അത്രയും. അതായത് ഏകദേശം ഒരു കപ്പോളം വരും അരിഞ്ഞ് വരുമ്പോൾ. ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. എപ്പോഴും വിചാരിക്കും ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ നമ്മളൊരു മടുപ്പോട് കൂടി കഴിക്കരുത്, വളരെ ടേസ്റ്റി ആക്കി എങ്ങനെ കഴിക്കാമെന്നാണ് നോക്കുന്നത്. അത് ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഏത് തരം ഡ്രസ്സിങ്ങിൽ ഇപ്പോൾ തൈര് ഇഷ്ടം, ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തൈരായിട്ട് കഴിക്കാം. അപ്പോൾ ഇനി ബൗളിലേക്ക് ഇത് തൈരാണ്, നമ്മുടെ ബീട്രൂട്ട് ഗ്രേറ്റഡ്, ക്യാരറ്റ്, തൈര് നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. വെള്ളരിക്ക കേട്ടോ ചേർത്ത് സലാഡ് കുക്കുമ്പോൾ, ആപ്പിൾസ്. ഇനി ഇതിലൊരല്പം നമ്മുടെ സോൾട്ട്, നമ്മുടെ ഇന്ദുപ്പ്, ഹിമാലയൻ പിങ്ക് സോൾട്ട്. കാര്യം ഞാൻ സാധാരണ സോൾട്ട് ഒരുപാട് കഴിക്കുന്ന ആളാണ്, ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മാറി. എനിക്ക് കുറച്ച് പ്രഷറിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 12:30 ശേഷമാണ് എൻ്റെ രാവിലത്തെ പ്രഷർ ഗുളിക. കുഴപ്പമില്ല, ഇതൊക്കെ കഴിച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു രീതിയിലല്ല, ഇങ്ങനെ ടൈറ്റായിട്ടാണ് സാലഡ് മിക്സിങ് നടത്തുന്നത്. ഇതെൻ്റെ വെള്ളം, ഇന്ന് രാവിലത്തെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് എക്സ്ട്രാ കുടിക്കാൻ ഇടയ്ക്ക് വേണമെങ്കിൽ. ഇത് കഴിഞ്ഞിട്ടാണ് അതെല്ലാം. അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ ഇച്ചിരിയോടൊന്ന് ലൂസാകും, അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അതാണ് എനിക്ക് എളുപ്പം. നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫുഡ്. കണ്ടല്ലോ, ഒരു ബൗൾ നിറച്ചുണ്ട്. ഇത് ഞാൻ കഴിക്കും, ഇത് ഫുൾ കഴിക്കും. കാരണം പറയില്ലേ നല്ല ടേസ്റ്റാണെന്ന്. ഇറ്റ്സ് വെരി യമ്മി. പിന്നെ രണ്ടാമത് വരുന്നത്, ഇനി ഇത്രയും കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറ് ഏകദേശം നിറയും. പിന്നെ ഒരു 10-15 മിനിറ്റ് വയറിന് റെസ്റ്റ് കൊടുത്തിട്ട് പ്രോട്ടീൻ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ എൻ്റെ രാവിലത്തെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ പോകും. ആഹാ, യമ്മി. ഞാൻ വെറുതെ പറയുന്നല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ആപ്പിൾ കടിക്കാൻ കിട്ടും, അതിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ബീട്രൂട്ടിനൊരു മധുരമുണ്ട്, ടേസ്റ്റി കേട്ടോ. എന്നോട് ആരൊക്കെ ചോദിച്ചു ബീട്രൂട്ട് എങ്ങനെയാണ് റോ ആയിട്ട് കഴിക്കുന്നത്. എനിക്ക് ഒരു കുഴപ്പമില്ല, വൈകുന്നേരമാണെങ്കിലും ഗ്രേറ്റ് ചെയ്യാതെ കട്ട് ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കടിച്ച് കഴിക്കും, എനിക്കിഷ്ടമാണ്, ഒരു കുഴപ്പമില്ല.
ബീട്രൂട്ടിലൊക്കെ നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചല്ലേ കഴിക്കുന്നത്, ഉപ്പും. അപ്പോൾ അതിങ്ങനെ അതിലൊക്കെ ഒന്ന് സീസൺഡായി വരും. അത് നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എങ്ങനെ സാലഡ്സ് ഒന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആവശ്യങ്ങളാണല്ലോ മനുഷ്യരെ ഇങ്ങനെ മാറ്റി മറിക്കുന്നതല്ലേ. സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത്, ഒരു മരുന്നായിട്ടല്ല. കാര്യം ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്നത്. എനിക്കൊരു മാറ്റവും വേണമെന്ന് തോന്നിയില്ല ഇതുവരെ. ഇത് വേണമെങ്കിൽ നമുക്ക് പലതരം ഡ്രസ്സിങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം, ഒരു പ്രശ്നമില്ല. എത്രയോ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഡ്രസ്സിങ്സ് ഉണ്ട്, സാലഡ് ഡ്രസ്സിങ്സ്, അങ്ങനെയും കഴിക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചോയ്സ് എടുക്കാം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ സ്പൈസപ്പ് ചെയ്യണമെങ്കിൽ പച്ചമുളകൊക്കെ അരിഞ്ഞിടാം കേട്ടോ. എനിക്കങ്ങനെ എരിവ് വലിയ ഇഷ്ടമുള്ള ആളല്ല, അതുകൊണ്ട് മാത്രം ഉപയോഗിക്കുന്നില്ല. എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ ഞാൻ കഴിച്ചത്. അപ്പോൾ ഇനി കഴിക്കാൻ പോകുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെജിറ്റബിൾ കഴിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ സമയം, അരമണിക്കൂർ അല്ല 20 മിനിറ്റ്സോളമായി. ഞാനത് പതുക്കെയാണ് കഴിക്കുന്നത്. സോ പതുക്കെ കഴിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ സാവകാശം അത് മുഴുവൻ കഴിച്ച് തീർക്കും. എത്രയാണ് നിങ്ങളുടെ കപ്പാസിറ്റി അതനുസരിച്ച് കഴിക്കുക, നമ്മുടെ വിശപ്പിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ വെജിറ്റബിൾ കഴിക്കുക. പിന്നെ എത്രയാണ് നമുക്ക് അടുത്ത പ്രോട്ടീൻ വേണ്ടത് അതനുസരിച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗൾ നിറച്ച് പ്രോട്ടീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. പ്രോട്ടീൻ എന്ന് വെച്ചാൽ പ്രോട്ടീൻ പൗഡറൊന്നുമല്ല, ഇതിപ്പോൾ മുതിരയാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. മുതിര എന്ന് പറയുമ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിരാനായിട്ട് രാത്രി ഇട്ടിട്ട് രാവിലെ ആകുമ്പോൾ അത് വേകാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ്, പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അത് നന്നായിട്ട് വേവിച്ചിട്ട് തോരൻ മാതിരി ഇച്ചിരി തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് ചതച്ച് അതും കടുകൊക്കെ താളിച്ച് അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ മഞ്ഞൾപ്പൊടി അത്രയും ടേമറിക്ക് നമ്മുടെ അകത്ത് പോകണമല്ലോ, അപ്പോൾ ആ മഞ്ഞളുടെ ഒരു അംശം കൂടി കിട്ടും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ചേർത്തിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്, ഇച്ചിരി വെളിച്ചെണ്ണയിൽ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലിൽ ചെയ്യാം, അല്ലെങ്കിൽ താളിക്കാതെ വേണമെങ്കിലും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ അത് ഞാൻ ഫ്രൂട്ട്സും കൂടി ആദ്യമേ കഴിക്കും. പപ്പായയാണ് ഇന്ന് എൻ്റെ ഫ്രൂട്ട്. അപ്പോൾ എല്ലാം നാടൻ ഫ്രൂട്ട്സ് കഴിച്ചാലും മതി. പപ്പായ, പേരയ്ക്ക, ഇങ്ങനത്തെ കാര്യങ്ങൾ, മാതളം, അങ്ങനത്തെ. അപ്പോൾ ഇന്നിപ്പോൾ പപ്പായയാണ് എൻ്റെ ഫ്രൂട്ട്, അതും കട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ ഇത് രണ്ടും കഴിച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും കൊണ്ട് വരുമ്പോൾ കംപ്ലീറ്റ് വയറ് നിറയും. എൻ്റെ വയറിൽ നിന്നുള്ള സിഗ്നല് എൻ്റെ ബ്രെയിനിലേക്ക് പോകുമ്പോൾ വയറ് ഫുള്ളായി എന്ന് കേട്ടു തുടങ്ങും. അപ്പോൾ ഇതാണ് മുതിര വേവിച്ചത്. ഞാൻ അറിയില്ല, തോരൻ മാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യാനുസരണം കഴിക്കാം, എത്ര കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കാം. പിന്നെ പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല പഴുത്ത പപ്പായ, നാടൻ പപ്പായ, അതും കഴിക്കാം. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ചോറുണ്ണാൻ പോണേ. മുതിര ഹോസ് ഗ്രാം, ഇനി ഹോസ് ഗ്രാം അല്ലെങ്കിൽ ഞാൻ പയർ. ആഹാ, നല്ല ടേസ്റ്റ്. പിന്നെ ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ കടലയാകാം. കടല പുഴുങ്ങിയിട്ട് താളിച്ച്, അല്ലെങ്കിൽ വെറുതെ ബോയിൽ ചെയ്തിട്ട് ചിക്ക് അതാണെങ്കിലും നല്ലതാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ സോഴ്സസ് നോക്കുക, എന്നിട്ട് അത് ഇങ്ങനെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് ഇത്രയും കഴിച്ച് തീർക്കാം. ഇടയ്ക്ക് ബാർലി വാട്ടർ, ഇത് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട്. അതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ക്ലൻസിങ് കാര്യങ്ങളുണ്ട്, നമ്മുടെ കിഡ്നിക്കൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ മുതലായ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാനും ഉള്ളവർക്കും ഇത് ഭയങ്കര നല്ലതാണ്, അത് കുറയ്ക്കാനായിട്ട് ബാർലി വാട്ടർ. പക്ഷേ ഒരുപാട് അത് എക്സസ് ആവരുത്. മാക്സിമം ഒരു ദിവസം 4 ഗ്ലാസ് അത്രേ കുടിക്കാവുള്ളൂ. ഞാനൊരു 1-2 ഗ്ലാസ് അത്രേ ഉള്ളൂ. പിന്നെ അതുകൂടാണ്ട് സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം സ്കിന്നും ഭയങ്കര ഗ്ലോയിങ്ങും നല്ല ക്ലിയർ ആയിട്ട് വരും. പിന്നെ ആക്നെ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ നല്ലൊരു ക്ലിയർ സ്കിന്ന് കിട്ടാനായിട്ട് നല്ലതാണ് ബാർലി വാട്ടർ. ഞാൻ പറഞ്ഞല്ലോ, കിഡ്നിക്കും ഒക്കെ നല്ലതാണ്. നമ്മുടെ ധാരാളമായിട്ട് ഇപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്കെല്ലാം ബാർലി വാട്ടർ കുടിക്കാൻ പറയില്ലേ. അപ്പോൾ നന്നായിട്ട് ക്ലെൻസിങ് പ്രോസസ്സാണ് നടക്കുക. അപ്പോൾ ഓർഗൻസ് ഒക്കെ ക്ലെൻസ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സ്കിന്നൊക്കെ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കും, ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ബാർലി വാട്ടർ നല്ലതായിരിക്കണം, റുട്ടീൻ്റെ ഭാഗമാക്കുന്നതിൽ തെറ്റില്ല. വെറും വെള്ളം കുടിക്കുന്നതിന് പകരം ഇടയ്ക്ക് 1-2 ഗ്ലാസ് ബാർലി വെള്ളം കുടിക്കുക, സാധാരണ വെള്ളം കുടിക്കുക, കരിക്ക് വെള്ളം കുടിക്കുക, നാരങ്ങ വെള്ളം കുടിക്കുക. ഓക്കെ, അങ്ങനത്തെ ഹണി ഒഴിച്ചിട്ട് ഒരല്പം ഒരു ടേബിൾ സ്പൂൺ വരെ ഹണി ആയാലും കുഴപ്പമില്ല. അപ്പം ഞാനെന്തായാലും ആഡഡ് ഷുഗർ എല്ലാം നിർത്തിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ഷുഗർ, അത്തരം കാര്യങ്ങളൊക്കെ ബോഡിയിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹോസ് ഗ്രാം എല്ലാം കഴിച്ച് തീർത്തു. നമ്മുടെ മുതിര എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ പ്രോട്ടീനും ലോ ഇൻ കാലോറീസുമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. ഈ പ്രോട്ടീൻ റിച്ചാണ്, അതേസമയം കാലോറീസിൻ്റെ കാര്യത്തിൽ ലോ ആണ്. അപ്പോൾ നല്ലതാണ് മുതിര കഴിക്കുന്നത്. ഡെയിലി കഴിച്ചാലും കുഴപ്പമില്ല. നമുക്കൊരു ഡെയിലി കഴിക്കാൻ മടുപ്പുണ്ടെങ്കിൽ മാറി മാറിയാണ് നമ്മൾ കടല, ചെറുപയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ കുറച്ച് പപ്പായ കഴിക്കാൻ പോകണം. ഓക്കെ, ബാർലി വാട്ടറും കുടിച്ച് കഴിഞ്ഞു, 1 ഗ്ലാസ് വെള്ളവും കുടിച്ചു. ഇനി കുറച്ച് ഫ്രൂട്ട് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ വേണമെങ്കിൽ, പക്ഷേ അതിനെക്കാട്ടിലും നല്ലത് ബിഫോർ ഫുഡ് കഴിക്കുന്നതാണെന്ന് ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല മധുരമുള്ള പപ്പായ ഇവിടെ വീട്ടുമുറ്റത്തോളാണെങ്കിൽ ഏറ്റവും നല്ലത്.
ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വയറിന് റെസ്റ്റ് കൊടുക്കുന്നു. മേ ബി ഒരു 10-15 മിനിറ്റ് കഴിയുന്നവരെ ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ വിശക്കുന്ന പ്രോസസ്സ് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വിശപ്പ് കഴിഞ്ഞു. പിന്നെ ഇച്ചിരി ഒരു സമയം കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ 2 കാര്യങ്ങൾ കഴിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് വിശപ്പ് ഏതാണ്ടൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെ ഇച്ചിരി പേരിന് വേണ്ടി പിന്നെ സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാൻ തോന്നുന്നേ ഇല്ല. ചോറിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് റവ വെച്ചിട്ട് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കാം, എന്താണെങ്കിലും കുഴപ്പമില്ല. നിർബന്ധമില്ല, പക്ഷേ കാർബ് കഴിക്കണം എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് മാത്രം ഒരു 20% ഒരു ദിവസം ഇൻടേക്ക് ആയാലും കുഴപ്പമില്ല. അതുകൊണ്ട് മാത്രം ഇച്ചിരി ചോറും പിന്നെ മീൻ കഴിക്കുന്നതല്ലാണ് പ്രോട്ടീൻ, പിന്നെ കുറച്ച് ലീഫി വെജിറ്റബിളും വേണം. അതുകൊണ്ട് മാത്രം ഒരു ലഞ്ച് എന്നുള്ള നിലയ്ക്ക് അതും കൂടി കഴിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് കഴിക്കാം കുറച്ച്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കാര്യം കഴിക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇനി കഴിക്കാൻ പോകുന്നത്, ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തുടങ്ങുന്നില്ല. 12:30 മുതൽ ഇപ്പോൾ ഏകദേശം 2 മണിയോട് അടുക്കുന്ന ഒരു 1.5 മണിക്കൂറിനകത്താണ് ഇത്രയും കഴിച്ച് തീർക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇനി കഴിക്കാൻ പോകുന്ന കാര്യം കാണിച്ചു തരാം. അതായത് കുറച്ച് ചോറ്, കൂടുതൽ ചീര തോരൻ, പിന്നെ മീൻ കറിയുടെ കഷ്ണങ്ങൾ, ഇച്ചിരി ചാറുമായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പുളിശ്ശേരിയോ എന്തെങ്കിലും ഒഴിച്ച് കഴിക്കണമെങ്കിൽ, പക്ഷേ അതിന് വേണ്ടി ഇല്ല, ചോറ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കറി എടുക്കുന്ന പോലെ ചോറ് എടുക്കുന്ന പോലെ കറി എടുക്കുക, ആ രീതിയിൽ എടുക്കുക. അപ്പോൾ നല്ല ചീരയാണെങ്കിലും ഗ്രീൻ ലീവ്സ് ഭയങ്കര നല്ലതാണ്. പിന്നെ അതുപോലെ ഫിഷിലും ധാരാളം പ്രോട്ടീനുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊരു ഫോർമാറ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ ലഷേർലി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളൊരു വർക്കിംഗ് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ സമയമെടുത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എടുക്കുന്നതെല്ലാം പാക്ക് ചെയ്തെടുക്കുക. അതായത് ഈ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് സലാഡ് ഉണ്ടാക്കി ഒരു ബോക്സിലെടുക്കുക. പിന്നെ പ്രോട്ടീനായിട്ട് പയറോ കടലയോ മുതിരയോ എന്തെങ്കിലും വേവിച്ചതോ തോരൻ വെച്ചതോ എന്തെങ്കിലും അതൊരു ബോക്സിലെടുക്കുക. പിന്നെ കുറച്ച് ഞാൻ കഴിച്ച അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒരു ഇതിനകത്ത് എടുക്കുക. അതും കഴിഞ്ഞിട്ട് പിന്നെ റൈസിൻ്റെ ഒരു ബോക്സിനകത്ത് റൈസ്, ഇച്ചിരി പേരിന് വേണ്ടി റൈസ് ഓർ ചപ്പാത്തി ഓർ ഒരു ചെറിയ കഷ്ണം ഗോതമ്പ് പുട്ടായാലും മതി, എന്തെങ്കിലും ഒരു ഇച്ചിരി. അതിൻ്റെ കൂടെ കുറച്ച് ഇലയുടെ എന്തെങ്കിലും ഒരു ലീഫി കാര്യം, ആൻഡ് സം ഫിഷ് ഓർ ചിക്കൻ ഓർ സംതിങ്. അത് ഫ്രൈ വേണമെന്നില്ല, ഫ്രൈ ആയാലും കുഴപ്പമില്ല, അതെടുക്കുക. പിന്നെ ഇതിൻ്റെ ആ ഓർഡറാണ് പ്രധാനം. അതായത് ആദ്യം കുറേ ഈ കൊണ്ടുപോകുന്നത് ഈ ഓർഡറിൽ തന്നെ കൊണ്ടുപോകുക. എന്നിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂർ സമയത്തിനകത്ത് ലഞ്ച് ബ്രേക്കിനായിരിക്കും കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഓർഡർ ശ്രദ്ധിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് നിങ്ങൾ 12:30 തുടങ്ങുന്ന ആൾക്കാരാണ്. ആ ഓർഡറാണ് പ്രധാനം. ആദ്യം ഫൈബ്രസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, സാലഡ്സ് പോലത്തെ കാര്യം കഴിക്കുക, അതിൻ്റെ കൂടെ ഫാറ്റ്, ഹെൽത്തി ഫാറ്റ് ആവാം. പിന്നെ പ്രോട്ടീൻ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ, പിന്നെ ഫ്രൂട്ട്, അതും കഴിഞ്ഞിട്ട് മാത്രം കാർബും. പിന്നെ അതിനോടൊപ്പം കാർബ് മാത്രമല്ലല്ലോ കഴിക്കുക, നമ്മൾ ലഞ്ചിനുള്ള കാര്യങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇറച്ചിയോ മീനോ എന്തെങ്കിലും കഴിക്കുക. ഓക്കെ, അതല്ല ഇനി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പനീർ കഴിക്കാം, വെജിറ്റേറിയൻസിന് പനീർ പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാം, മഷ്റൂംസ് കഴിക്കാം, അങ്ങനത്തെ എല്ലാം കഴിക്കാം. അപ്പോൾ ഇനി ഇത് കഴിക്കാം. ഇതിങ്ങനെ ഫിഷ് പീസസ് പ്ലസ് ചീര. ചോറിൻ്റെ ക്വാണ്ടിറ്റി കണ്ടല്ലോ, കറികളെക്കാട്ടിലും കുറവാണ്. ഇനി ചോറില്ലാണ്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് കഴിക്കാൻ പോണത്. ഇതിപ്പോൾ ചൂര മെയിനാണ്. മത്തി, അയല, നെത്തോലി എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ റൈസ് സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ, എനിക്ക് വേറെ സ്ഥലമില്ല. ചീര, ഫിഷ്, ചീര മാത്രം കഴിച്ചാലും മതി. ചോറ് സത്യത്തിൽ ഒഴിവാക്കാം. ഇതിൻ്റെയും ഞാൻ ചിലപ്പോൾ ഇത് തന്നെ വേസ്റ്റ് ചെയ്യും. ഇത്രയും തന്നെ കഴിക്കുള്ളൂ, ഇത്രയും കഴിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ കഴിച്ച് തീർക്കുന്നു. ഓക്കെ, അച്ചാറ് കഴിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ. ഇൻ്റർമീഡിയറ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, എന്ത് വേണമെങ്കിലും കഴിക്കാം. പപ്പടം വരെ കഴിക്കാം, പ്രശ്നമില്ല. അപ്പോൾ ഇതാണ്. അപ്പം ഏകദേശം 2-2:30 തന്നെ ലഞ്ച് കഴിയുന്നു. ഓക്കെ, 12:30 ബ്രേക്ക് ചെയ്തു. ഒരു 2 മണിക്ക് മുന്നേ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി എനിക്കൊരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാനൊരു ഗ്ലാസ് കരിക്ക് കുടിക്കും, ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടാവും. പിന്നെ ഒരു 7 മണിയോടുകൂടി അടുത്ത സാലഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിന്നറിന് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ചപ്പാത്തി, ഒരു മുട്ടയുടെ ഓംലെറ്റ് ആൻഡ് ഒരു പീസ് ചീസ്. ഇതാണ് ഇന്ന്. ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, അല്ലെങ്കിൽ ചില ദിവസം ഞാൻ ഏത്തപ്പഴം ഒരെണ്ണം പുഴുങ്ങിയതുണ്ടാവും,
അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ ആയിരിക്കും കഴിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മാറി മാറി കഴിക്കും. മുട്ട രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ വൈകുന്നേരത്തേക്ക് പയറിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കഴിക്കും, കടലയോ എന്തെങ്കിലും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പോൾ ഇനി വൈകുന്നേരത്തെ ഷെഡ്യൂളാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. 4:30 മണിയാകുമ്പോൾ ഞാൻ കുടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കരിക്ക്, അതിൻ്റെ വെള്ളവും, പിന്നെന്താ അതിനകത്തുള്ള ഇത് ഇച്ചിരി കുറച്ചുകൂടി ഒരു എന്താ പറയുക ഉറച്ച കരിക്കായിരുന്നു. കുറച്ചുകൂടെ ടെൻഡറല്ല, ഇച്ചിരി ടെൻഡറാണ്, പക്ഷേ കുറച്ചുകൂടെ ഹാർഡറാണ്. അപ്പോൾ അത് കഴിക്കും, അതെനിക്കിഷ്ടമാണ്. ഇത് വളരെ നല്ലതാണ്. ഒരു ഗ്ലൂക്കോസിൻ്റെ എഫക്റ്റ് കിട്ടും, നമുക്കൊരു ക്ഷീണമൊക്കെ പോവും. പിന്നെ അതുപോലെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്, നല്ല ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ ശരീരം. അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. കരിക്ക് നല്ലതാണ്, നാച്ചുറലായിട്ടുള്ളൊരു സംഭവമല്ല, നമ്മൾ ഉണ്ടാക്കണതല്ല, ആർട്ടിഫിഷ്യലല്ല. അപ്പോൾ ഇത് കഴിക്കും, പിന്നെ അതിനകത്തുള്ള പീസസ് എല്ലാം കഴിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു വൈകുന്നേരം ഒരു 4-4:30 മണിയാകുമ്പോൾ ഓക്കെ ഇങ്ങനെ കഴിക്കും. ഞാൻ ചായ കോഫിയൊന്നും കുടിക്കുന്ന ആളല്ല, പണ്ട് തൊട്ടേ അല്ലാത്തതൊരു വലിയൊരു നല്ലൊരു ശീലമായിട്ട് എനിക്ക് തോന്നാറ് എപ്പോഴും. അപ്പം ഞാനിപ്പോൾ ആഡഡ് ഷുഗറൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡയറ്റ് ഫോം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബ്രേക്കാണ് ഇപ്പോൾ ഇപ്പോൾ വേറെ സ്നാക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരു കൂളാവും. ഇനി അടുത്ത രാത്രി കഴിക്കുന്ന കാര്യം കൂടി കാണിച്ചു. അപ്പോൾ അടുത്ത മീലിന് സമയമാകുന്നു. അപ്പോൾ എൻ്റെ വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ട് ഇനി കുറച്ച് സമയമുള്ളൂ. 8:30 ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 7 മണിയായി. ഈ സമയത്ത് ഇനി ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. സാലഡിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. റൗണ്ട് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ബീട്രൂട്ടുണ്ട്, പിന്നെ അതൊരു വലിയ ബീട്രൂട്ടാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം, ഇത് ചെറിയ ബീട്രൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ പകുതി, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് റൗണ്ട് പീസ്, പിന്നെ ഒരു വെള്ളരിക്കയുടെ സലാഡ് കുക്കുമ്പറിൻ്റെ ഒരു പകുതി എന്ന് പറയാം, അതും ചെറുതായിരുന്നു. ഒരു പകുതി ഞാൻ രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ കഴിച്ചു ആദ്യത്തെ സാലഡിൽ. പിന്നെ ഒരു ചെറിയൊരു ടൊമാറ്റോ റൗണ്ട് പീസ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങ ജീരകവെള്ളത്തിൽ ഇട്ട് കഴിച്ചല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരു നാരങ്ങ ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ സിയും ധാരാളമായിട്ട് കിട്ടിയത്, ഒന്നും കൂടാഞ്ഞിട്ട്. ക്യാരറ്റിലൊക്കെ ഇഷ്ടംപോലെ വൈറ്റമിൻ എ, പിന്നെ വൈറ്റമിൻ സിയും ഉണ്ട്. ബീട്രൂട്ടിലുള്ള കാര്യങ്ങൾ ധാരാളം ഉണ്ട്. കുക്കുംബറിലെ ഇത്, പിന്നെ ടൊമാറ്റോ, എല്ലാം കൊണ്ട് വരുമ്പോൾ എല്ലാം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ് ഒരുപാടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് അതിൽ കുറച്ച് നാരങ്ങ നീരും ഇച്ചിരി ഇന്ദുപ്പും കൂടി ഒഴിച്ച് യോജിപ്പിച്ചിട്ട് കഴിച്ചു തുടങ്ങും. ഇതേ എല്ലാം കൂടി ഒരു മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. സോ മെനി വെജിറ്റബിൾസ്, ഒരു പ്ലേറ്റ് നിറച്ച സാലഡ്. ഇതെല്ലാം സമാധാനമായിട്ടിരുന്ന് കഴിക്കുക, അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ എൻ്റെ ഡിന്നറിൻ്റെ ഐറ്റവും കൂടി കൊണ്ടുവരും. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ അതും കൂടി എടുക്കുക. അപ്പോൾ ഈ സാലഡും കൂടി ചേർന്ന് ബാക്കി അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കും. ഇതാണ് എൻ്റെ റുട്ടീൻ. ഇതിങ്ങനെ ബീട്രൂട്ട് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ, ഒരു കുഴപ്പമില്ല. അതിങ്ങനെ നാരങ്ങ നീര് ഉപ്പൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ശരിക്കും കറക്റ്റ് പ്രോസസ്ഡ് ആകും. പിന്നെ ഈ ഒരു ഹെൽത്തി ഫാറ്റ്സിൻ്റെ കാറ്റഗറിയിൽ സീഡ്സ് വരും, പിന്നെന്താ പറയുക, നട്ട്സ് വരും. നട്ട്സ് തന്നെ ആൽമണ്ട്സോ വാൾനട്ട്സോ പിന്നെ ഒക്കെ രാവിലെ കഴിച്ചാൽ മതി. രാവിലെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കഴിക്കുന്ന സമയത്ത് വാൾനട്ട്സ് ആകാം, പിന്നെന്താ പിന്നെ ആൽമണ്ട്സ് കഴിക്കാം, ഈവൻ കാഷ്യൂ നട്ട്സ് കഴിക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കഴിക്കാം വേണമെങ്കിൽ. പിന്നെ പിസ്താഷ്യോ വേണമെങ്കിൽ അത് കഴിക്കാം. അതെല്ലാം എന്ത് കഴിച്ചാലും എല്ലാം കൂടി ചേർന്നൊരു 28 ഗ്രാം വരെ മാക്സിമം 25 to 28 grams അത്രയും കഴിച്ചാൽ മതി ഒരു ദിവസത്തേക്കുള്ള ഇൻടേക്കായി. പിന്നെ സീഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബയോട്ടിൻ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പൗഡർ ഉണ്ടാക്കി വെച്ചില്ലേ. അപ്പോൾ ബയോട്ടിൻ പൗഡർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഞാനിങ്ങനെ സീഡ്സും നട്ട്സും എല്ലാം കൂടി ചേർത്ത് പൊടിച്ച് വയ്ക്കും. അപ്പോൾ അത് ഫുൾ ഓഫ് പ്രോട്ടീനും ഹെൽത്തി ഫാറ്റുമാണ്. ഇപ്പോൾ സീഡ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, ഇതൊക്കെ ഹെൽത്തിയാണ്. പിന്നെ നമ്മുടെ എള്ളുണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. കരിപ്പട്ടിയും എള്ളും കൂടി ഇടിച്ചുരുട്ടി വെക്കുകയാണെങ്കിൽ അതും ഒരു നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ഹെൽത്തി ഫാറ്റാണ്, നല്ലതാണ്. പിന്നെ അയണാണ്, ഇഷ്ടംപോലെ അയൺ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തൈരായിട്ട് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ യോഗേർട്ടും ചിയാ സീഡും പിന്നെ ഒരു പഴവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബയോട്ടിൻ പൗഡർ എല്ലാം കൂടി ചേർത്തിട്ട് അടിച്ചിട്ട് ഒരു ഷേക്ക് പോലെ ആക്കിയിട്ട് നമുക്കൊരു സ്മൂത്തി പോലെ ആക്കിയിട്ട് കുടിക്കാം. രാവിലെ കഴിക്കുമ്പോൾ അതൊരു മെയിൻ ഐറ്റമായിട്ട് കഴിക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു സലാഡിൻ്റെ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് എന്നുള്ള ഗുഡ് ഫാറ്റിൻ്റെ കാറ്റഗറിയിൽ അത് കഴിക്കാം. അത് കഴിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താലും മതിയല്ലോ. ലഞ്ചിൻ്റെ ഒരു എന്താ പറയുക, ഇച്ചിരി ചോറ് വേണമെങ്കിൽ കഴിക്കാം, വേണം നിർബന്ധമില്ല. ഇപ്പോൾ വൈകുന്നേരത്ത് ഒരു ചപ്പാത്തി ആണെങ്കിലും ധാരാളം മതി. അതിനോടൊപ്പം ഉള്ള ബാക്കി കറികൾ, ലീഫി വെജിറ്റബിൾസും മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് കഴിക്കാം, അതൊരു ഓപ്ഷനായിട്ട്.
പിന്നെ കാൽഷ്യത്തിൻ്റെ സോഴ്സും നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ബോണിൻ്റെ സ്ട്രെങ്ത് പ്രത്യേകിച്ച് പറഞ്ഞാൽ 50+45 ആ ഒരു റേഞ്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുവാണല്ലോ, ഓസ്റ്റിയോപൊറോസിസിൻ്റെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കാൽഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാൽഷ്യം ടാബ്ലറ്റ്സ് ഡോക്ടേഴ്സ് തരും, മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കണം. അതെല്ലാം നമ്മൾ സപ്ലിമെൻ്റായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഇപ്പോൾ യോഗേർട്ടിലാണെങ്കിലും നട്ട്സിലാണെങ്കിലും പലതരം നട്ട്സ്, ചീസ്, ഇതിനകത്തെല്ലാം കാൽഷ്യത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയും കിട്ടും നമുക്ക്. അതുകൂടാണ്ട് എക്സ്ട്രയും കഴിക്കണം. ഓക്കെ, കാൽഷ്യം. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് സാലഡ്സൊക്കെ കഴിച്ച് തീർന്നു, ഓൾമോസ്റ്റ് ഡൺ. ഇനി എൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ചപ്പാത്തി ഒരെണ്ണം, ഒരു മുട്ട വിത്ത് തേങ്ങ, പച്ചമുളക്, പിന്നെ കുറച്ച് കൊച്ചുള്ളി എല്ലാം കൂടി അരിഞ്ഞിട്ടുണ്ടാക്കിയ ഓംലെറ്റ്, തിക്ക് ഓംലെറ്റ്. എൻ്റെ ലാഫിങ് ചീസ്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യണത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യും. അപ്പോൾ നല്ലൊരു മുട്ട അകത്ത് വെച്ച് റോൾ ചെയ്തിട്ട് ഒരു ചപ്പാത്തി റോൾ ഇങ്ങനെ കഴിക്കും. ഓക്കെ, ചീസ് വെറുതെ കഴിക്കും. എനിക്ക് ചീസ് ഇഷ്ടമാണ്. ഇതിപ്പോൾ ഏത് സമയത്തും കഴിക്കാം. രാവിലത്തെ സെഷനിൽ, നമ്മുടെ ഒരു മിഡ് നൂൺ സെഷനിലും കഴിക്കാം, ഈവനിങ് ആയാലും കുഴപ്പമില്ല. ഇപ്പം നേരത്തെ അല്ലേ, ഏർലി ഡിന്നറല്ലേ കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അയ്യോ, രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ലാഫിങ് കൗ. ഇതും കൂടി കഴിച്ച് കഴിയുമ്പോൾ ഇന്നത്തെ ഭക്ഷണം സമാപിക്കുന്നു. ടുഡേയ്സ് ഫുഡ് ഇൻടേക്ക്. വൈൻഡിങ് അപ്പ് കഴിച്ച് തീർക്കട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് ബാർലി വാട്ടർ. ഇനി ഇതും ഞാൻ കുടിച്ച് തീർക്കും. അപ്പോൾ ഇപ്പോൾ സമയം അധികമായിട്ടില്ല, 8:30 ആയിട്ടില്ല, 8 o'clockനകത്തേ ഉള്ളൂ. കാര്യം ഒരു 7 മണി തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. പിന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇച്ചിരി ഗ്യാപ്പ് വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. എങ്കിലും ഒരു 8 മണിക്ക് മുന്നേ ഇത് തീർത്തു. 8:30 വരെ എനിക്ക് സമയമുണ്ട് നമ്മുടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ആ ഒരു വിൻഡോ ക്ലോസ് ആകാനായിട്ട്. അപ്പോൾ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ ഇത് കൂട്ടാം. ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ സ്ഥിരം പാറ്റേൺ. അപ്പോൾ ഇപ്പോഴത്തെ പാറ്റേൺ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു ഇൻ്റർമിറ്റൻ്റ് ഒരാഴ്ചയായിട്ടുള്ളൂ തുടങ്ങിയിട്ട്, പക്ഷേ ഏകദേശം ഒരു 10-14 ദിവസമായിട്ട് 2 വീക്സായിട്ട് ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് എൻ്റെ ഫുഡ് പാറ്റേൺ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം ഒരു 2 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 3 കിലോയിൽ കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും ഒരു മാസം കൊണ്ട് ഒരു 6 മുതൽ 7 കിലോ ബോഡി വെയ്റ്റ് കുറയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് വിത്തൗട്ട് എനി എക്സസൈസ്. ഞാൻ ഒരു എക്സസൈസും ചെയ്തില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മെയിൻ റീസൺ അതാണ്. കാര്യം ഞാനിപ്പോൾ വെറുതെ ഇരിക്കാൻ ഒരു സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലാണ്. അധികം എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുന്ന് വെറുതെ കഴിച്ചുകൊണ്ടിരുന്നാൽ കുറച്ചുകൂടി തടി കൂടുകയുള്ളൂ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡിസ്കിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വെയിറ്റ് കുറച്ച് കുറയുന്നത് നല്ലതാണ്. ബാക്കിന് നമ്മുടെ സ്പൈനിനൊക്കെ ഇച്ചിരി ഓവർ വെയിറ്റ് കൊടുത്ത് കഷ്ടപ്പെടുത്താതെ കുറച്ചൊന്ന് വെയിറ്റ് കുറയ്ക്കുന്നത് നല്ലതാണെന്നുള്ളൊരു കോൺസെപ്റ്റും, ഒന്നും ചെയ്തില്ലെങ്കിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വിത്തൗട്ട് എക്സസൈസ് തടി കൂടും എന്നുള്ളത് കൊണ്ടും ആണ് ഞാനൊരു ഡയറ്റ് ഫോമിലേക്ക് വരാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഞാനൊരു പുതിയ ഡയറ്റ് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് പോകണമെന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കൊരു 80 ആണ് എൻ്റെ ടാർഗറ്റ്. 80, 81, 82 നിൽക്കണം. 87 പോയിൻറ്റ് സംതിങ്ങിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 80 വരെ എത്തും വിത്തിൻ 1 മന്ത് എന്നെനിക്ക്. പിന്നെ ഒരു 2 ആഴ്ചയും കൂടെ കൊണ്ട് ഞാൻ അതിലേക്ക് എത്തും. അതുതന്നെയാണ് ഇപ്പോൾ ഇതുവരെ കിട്ടിയ ഒരു പ്രോഗ്രസ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്കും ഇതുപോലൊരു സിമിലർ ഡയറ്റ് ഫോളോ ചെയ്യാം. ഇൻ്റർമീഡിയറ്റും കൂടി മിക്സ് ചെയ്താൽ കൂടുതൽ നല്ലത്. ഒരു മാസം കൊണ്ട് 6 to 7 കിലോ നിങ്ങൾക്കും കുറയ്ക്കാം. ഞാൻ ഒരു ഗ്യാരണ്ടി പറയുകയാണ്, ഉറപ്പായിട്ടും നടക്കും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഓരോരുത്തരുടെ സ്ട്രക്ചറും ഓരോരുത്തരുടെ ഫിസിക്കൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കിയിട്ട് മതി. പക്ഷേ ഇത് ജനറലി ഇതൊരു ഹെൽത്തി വേ ഓഫ് വെയിറ്റ് ലോസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളും കാൽഷ്യം ടാബ്ലറ്റ്സും ഒക്കെ സ്ത്രീകൾ കഴിച്ചിരിക്കണം. 45+ ആയിട്ടുള്ള ആൾക്കാർ ഇതിനോടൊപ്പം സപ്ലിമെൻ്റ് ആയിട്ട്. അത് മാത്രമാണ് എനിക്ക് എക്സ്ട്രാ പറയാനുള്ളത്. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു ഡയറ്റിലേക്ക് എത്താൻ കാരണം ഞാനിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ
ഒരു ഡോക്ടറിൻ്റെ വീഡിയോ കാണാനിടയായി. അപ്പോൾ ഡോക്ടർ പ്രവീൺ ജേക്കബ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിൻ്റെയാണ്. പുള്ളി പറഞ്ഞ കുറേ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അത് വളരെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി അതിൽ കാര്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്തു. ഞാൻ ഗൂഗിളിലൊക്കെ കയറി കുറേ കാര്യങ്ങൾ നോക്കി, ഒരുപാട് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു പാറ്റേൺ ആയിരിക്കും ശരിക്കും എനിക്ക് സ്യൂട്ടബിളായി വരുന്നത്. അത് എല്ലാവർക്കും സ്യൂട്ടബിളായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഏറ്റവും നല്ല മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നി. അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ നിന്നും നമ്മുടെ ഫുഡ് നമ്മൾ എത്ര കഴിക്കണ്ട എന്നുള്ള കാര്യം, നമ്മൾ വയറ് നിറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഇവിടെ നിന്നും റിലീസ് ചെയ്യുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ എത്തുമ്പോഴാണ്. അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന, ആ സിഗ്നൽസ് കൊണ്ടുപോകുന്ന ഹോർമോൺസ് ഉണ്ട്. 1-2 ഹോർമോൺസ്, പ്രധാനമായിട്ട് 2 ഹോർമോൺസാണ്. അപ്പോൾ നമ്മളിപ്പോൾ മധുര പലഹാരങ്ങളും പിന്നെന്താ പറയുക, ഒരുപാട് സ്നാക്സ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന പൊറോട്ട പോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ, എന്താ പറയുക, സാധാരണ നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന കുറേ കാപ്സ് ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളും കുറേ സ്നാക്കിങ്, സ്വീറ്റ്സ് എന്ന് പറയാൻ അറിയാമല്ലോ, എല്ലാത്തരം സ്വീറ്റ്സ്, ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നിർത്താനേ തോന്നില്ല. നമ്മൾ വീണ്ടും കൊണ്ടുകൊണ്ടേയിരിക്കും. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്തരം ഫുഡ് കഴിക്കുമ്പോൾ ഗ്രലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് റിലീസ് ചെയ്യുന്നത്. ഈ ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമുക്ക് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പ് അടങ്ങിയിട്ടില്ല, നമുക്ക് ഇനിയും കഴിക്കണം എന്ന് തോന്നും. ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, വീണ്ടും കഴിക്കാനുള്ളൊരു, നമുക്ക് കഴിച്ച് മതിയാവാത്തൊരു കാര്യമല്ലേ വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു എന്താ പറയുക, ഹങ്കർ പാങ്സ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും വേണം എന്ന് തോന്നുന്നൊരു കാര്യമാണ്. അതാണ് ഈ ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഹോർമോൺ കൂടിയുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് അത് തരുന്നത്. രണ്ടാമത്തെ ഹോർമോണിൻ്റെ പേര് കൊളോസിസ്റ്റോക്കിനിൻ എന്നാണ്. ഈ കൊളോസിസ്റ്റോക്കിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ എന്താ പറയുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഈ വെജിറ്റബിൾസ്, പിന്നെ ധാരാളം പ്രോട്ടീന്, ഫാറ്റ്, ഇത്തരം കാര്യങ്ങൾ കഴിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇത്. ഈ ഒരു ഹോർമോൺ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അത് കറക്റ്റായിട്ടാണ് ബ്രെയിനിന് സിഗ്നൽ കൊടുക്കുന്നത്, വയറ് നിറഞ്ഞു, ആവശ്യമുള്ള ഭക്ഷണഭാഗത്ത് എത്തിയിട്ടുണ്ട്, ഇനി മതി കഴിച്ചത് എന്നുള്ള സിഗ്നലാണ് ബ്രെയിനിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വയറ് നിറയും, നമുക്ക് പിന്നെ സന്തോഷത്തോടു കൂടിയിരിക്കാം. അപ്പോൾ നല്ല ഒരു സാറ്റിയേറ്റഡ് ഫീലാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു വയറ് ഭയങ്കരമായിട്ട് ബ്ലോട്ടഡ് ആകാതെ വളരെ കൂൾ കമ്പോസ്ഡ് ആയിട്ട് വയറ് നിറഞ്ഞൊരു ഫീലിൽ ഹാപ്പി ആയിട്ടിരിക്കാം. ഇപ്പം ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കാം. അതേസമയം സ്നാക്സും സ്വീറ്റ്സും ഒക്കെ കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഒരിക്കലും മതിയാവാത്ത രീതിയിൽ വീണ്ടും കഴിക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാകുന്നു. അൺഹെൽത്തി ആയിട്ട് നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുന്നു. അതിനുള്ള ഹോർമോണാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനത്തെ സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത്. ഗ്രലിൻ ഹോർമോണാണ് അന്നേരം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഗ്രലിൻ ഹോർമോണിനെ കുറിച്ചിട്ട് കോളിസിസ്റ്റോക്കിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിനെ കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്തരം ഭക്ഷണത്തിലൂടെ ശ്രമിക്കുകയും അതുവഴി നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ത്വര ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാനുള്ള ഒരു ടെക്നിക്കാണ് ഇത്. ബ്രെയിൻ അങ്ങനെ നമുക്ക് അങ്ങനത്തെ സിഗ്നൽസ് തരും. അപ്പോൾ ഇത് ആ ഡോക്ടർ വളരെ കാര്യമായിട്ട് തന്നെ വിശദീകരിച്ച് പറഞ്ഞു തന്നു. അതെനിക്ക് വളരെ നന്നായിട്ട് ബോധ്യമായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തായാലും താങ്ക്സ് ടു ഡോക്ടർ പ്രവീൺ ജേക്കബ്. നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, പക്ഷേ ഡോക്ടറിൻ്റെ ആ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഇത്രയും ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അത് എനിക്ക് നിങ്ങളിലേക്ക് കൂടുതൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇത് ഞാൻ പ്രാവർത്തികമാക്കി, അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്കും പ്രാവർത്തികമാക്കാം വെയിറ്റ് ലോസ് ജേണിയുടെ ഭാഗമായിട്ട്. ഈ ഒരു ഹോർമോൺ വെയിറ്റ് ലോസ് ജേണിക്ക് ഏറ്റവും നല്ലതാണ്. അത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡയറ്റ് പ്ലാനുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഞാനൊരു 3 ആഴ്ച, ഇനി അടുത്തൊരു 3 ആഴ്ചയും ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുന്നു, പിന്നെ പുറത്തേക്കൊക്കെ നമ്മൾ എന്തായാലും ഫുഡ് റിവ്യൂസൊക്കെ ചെയ്യാൻ പോകും. അന്നേരം ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ചെറുതായിട്ട്, ഞാനൊരു ടേസ്റ്റിംഗ് ആണല്ലോ കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ വീട്ടിലെ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യമല്ല അത് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം ആഗ്രഹപ്രകാരം ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അത് ആ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാനും കൂടി ചേർത്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. എന്തായാലും ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. നിങ്ങൾ 1 മാസം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എനിക്ക് ഇത്രയൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. വിത്തിൻ 2 വീക്സ് ഒരു 3 കിലോയിൽ കൂടുതൽ ഞാൻ കുറച്ചു. ഇനി എനിക്ക് ധാരാളമായിട്ടൊരു 4 കിലോ വരെ എനിക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അടുത്ത 2 വീക്സിൽ. അത് കഴിഞ്ഞാൽ ഒരു 80-81 ആ റേഞ്ചിൽ ഞാൻ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ എന്നെ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്ന് പറയും. എനിവേ ഹെൽത്തി ആയിട്ടാണ് ഒതുങ്ങിയിരിക്കുന്നത്. അത് ക്ഷീണമോ അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മുടെ ആരോഗ്യവും തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ എന്താ പറയുക, എൻ്റെ ഡിസ്ക് റിലാപ്സിൻ്റെ ഭാഗം അതും നല്ല രീതിയിൽ മാറ്റമുണ്ട്. വിത്തിൻ 2 ഡേയ്സ് ഞാൻ ഡോക്ടറെ കാണാൻ പോകും. 2-3 ദിവസത്തിനുള്ളിൽ പോകും റിവ്യൂവിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെറിയ രീതിയിലൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങും. ഓക്കെ, അതായത് ഒരുപാട് വേളം വേണ്ട എങ്കിലും വീഡിയോസൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമായിട്ടുണ്ടാവും.
അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. ഈ വീഡിയോ ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലനേറ്ററി ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്, ക്ഷമിക്കുക. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.